ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഹുണ്ടായി ഗെറ്റ്സ് ആണ്. വണ്ടി സ്റ്റാർട്ടിങ് ട്രബിളാണ്. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, മുട്ടുന്നില്ല. വണ്ടി ഇതിൽ മറ്റേ ഗ്യാസ് കയറ്റിയിട്ടുണ്ട്. ഗ്യാസിൻ്റെ ആ ലൈറ്റൊന്നും ബ്ലിങ്ക് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും വണ്ടി സ്റ്റാർട്ടാകുന്നതാണ്. പെട്രോൾ സ്റ്റാർട്ടാകേണ്ടതാണ്, പക്ഷെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. മറ്റേ ക്രാങ്കിങ് ആവുന്നുണ്ട്, പക്ഷേ ബട്ട് സ്റ്റാർട്ടാകുന്നില്ല. നമുക്കിതൊന്ന് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഞാനും പറഞ്ഞുതരാം. ഇപ്പോൾ ഏകദേശം 1,17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. റണ്ണിങ്ങിൽ ഓഫായി പോയതാണ്, റോട്ടിലാണ് കിടന്നത്. പക്ഷേ ടെമ്പറേച്ചർ കയറി അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നുമല്ല. നോർമൽ റണ്ണിങ്ങിൽ ഓഫായി പിന്നെ സ്റ്റാർട്ടായതിരുന്നാണ്. പക്ഷേ കസ്റ്റമർക്ക് നേരത്തെ ഈ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്യൂസ് ബോക്സൊക്കെ അതിൻ്റെ വയറിങ്ങൊക്കെ ചുമ്മാ ഒന്ന് തട്ടി വിട്ടപ്പോൾ സ്റ്റാർട്ടായി എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫ്യൂവലിലേക്ക് വരുന്ന ഫ്യൂസ്, അതുപോലെ ഈ ഇഗ്നേറ്ററിലേക്ക് വരുന്ന ഫ്യൂസുകൾ, റിലേകൾ, അതുപോലെ ഇൻജക്ടറിലേക്ക് വരുന്ന ഫ്യൂസ്, റിലേകൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അതിന് മുന്നേ തന്നെ നമുക്ക് പെട്രോൾ വരുന്നുണ്ടോയെന്ന് നോക്കാം. ഇപ്പോൾ പ്ലഗിൽ സ്പാർക്ക് വരുന്നുണ്ടോയെന്നൊന്ന് നോക്കാം. കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ പെട്രോൾ വരുന്നുണ്ടോയെന്ന് നോക്കി. ഞാൻ ഇതിൽ 2 10-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ആ 10-ൻ്റെ ബോൾട്ട് അഴിച്ചിട്ട് കീ ഓൺ ആക്കുമ്പോൾ പെട്രോൾ കറക്റ്റ് പ്രഷറിൽ തന്നെ വരുന്നുണ്ട്, നല്ല പ്രഷറിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ പെട്രോളിൻ്റെ ഭാഗം ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫ്യൂസോ റിലേയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നുള്ളത് സ്പാർക്കാണ്. സ്പാർക്ക് പ്ലഗ് കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതും ചെക്ക് ചെയ്തപ്പോൾ സ്പാർക്ക് പ്ലഗിലേക്ക് കറക്റ്റ് പവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പവറോട് കൂടി തന്നെ സ്പാർക്ക് ആകുന്നുണ്ട്. അപ്പോൾ പ്ലഗിൻ്റെ കാര്യം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് പ്ലഗിൻ്റെ ഇഗ്നേറ്ററിലേക്കുള്ള ഫ്യൂസും റിലേയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തു. ഇതിൽ പിന്നെ ക്യാമിൻ്റെയും ക്രാങ്കിൻ്റെയും സെൻസറിലൊന്നും ഫോൾട്ട് ഒന്നും വരുന്നില്ല. പക്ഷേ ക്യാം സെൻസറിൽ വരുന്നത് എന്താ പറയുക, അതിൻ്റെ വയറിംഗ് ഒക്കെ ഡാമേജ് ആയി നിൽക്കുന്നുണ്ട്. കപ്ലറൊന്നും കറക്റ്റല്ല. പക്ഷേ സർക്യൂട്ട് വരുന്നുണ്ട്, കറക്റ്റായിട്ട് കപ്ലിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കറക്റ്റ് ഈ സിമിലിക്കോ അല്ലെങ്കിൽ കോഡോ കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഫോൾട്ടാണ് അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്ത് നമ്മൾ സ്കാനർ വെച്ച് നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും. പക്ഷേ ആ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. വയറിങ്ങൊക്കെ കംപ്ലീറ്റും പോക്കാണ്. ഇതിൻ്റെ മൊത്തം ഡാമേജ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ അതിൽ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാവും. പിന്നെ വയറിങ് കാര്യങ്ങളൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാവും. ഇനീഷ്യലായിട്ട് നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫ്യൂളിൻ്റെ കാര്യം നോക്കി, പ്ലഗിൻ്റെ കാര്യം നോക്കി. ഫ്യൂൽ ഓക്കെയാണ്, പ്ലഗ് ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് പെട്രോൾ ഇഞ്ചക്ടറിലേക്ക് വരുന്ന സർക്യൂട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ മറ്റേ ഇതിൽ ഒരു കപ്ലർ പിടിച്ചിട്ട് നമ്മൾ പാർക്ക് ലൈറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ അതിലേക്ക് ബ്ലിങ്കിങ് ആവുന്നില്ല. എന്ന് വെച്ചാൽ അതിലേക്ക് സപ്ലൈ വരുന്നില്ല. ചില സമയത്ത് വൺ ടൈം ചെറിയൊരു തോതിൽ മാത്രമേ വരുന്നുള്ളൂ, നല്ല പവറായിട്ടും ഒന്നും വരുന്നില്ല. നമ്മളപ്പോൾ ഈ ഒരു കപ്ലറിൽ മാത്രമാണ് നോക്കിയത്, അതിൽ സപ്ലൈ ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വയറിങ് എവിടെയെങ്കിലും കട്ടായിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു ഫ്യൂസ് വരുന്നുണ്ട്, ആ ഫ്യൂസ് റിലേ ആ സംബന്ധമായിട്ടുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. എന്നുവെച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, അതിലൊന്നും നോക്കാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂസ് ബോക്സ് വരുന്നത് ഈ ഭാഗത്ത്. പിന്നെ അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലും ഒരു ഫ്യൂസ് ബോക്സ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ ഈ വയറിംഗ് ഒക്കെ ചുമ്മാ വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ക്ലിപ്പിംഗ് അല്ല, ഒക്കെ കപ്ലറൊക്കെ പൊട്ടി നാശമായിട്ട് കിടക്കണം. ഇതിൻ്റെ വയറിംഗ് കംപ്ലീറ്റും കംപ്ലൈൻ്റ് ആണ്. ഇതൊക്കെ ചുമ്മാ വെച്ചിരിക്കുന്നതാണ്. ഇളകുമ്പോൾ തന്നെ ഷിവറിങ് ആകുമ്പോൾ തന്നെ അത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കത് നോക്കണ്ട. അത് കറക്റ്റായിട്ട് അതിലിപ്പോൾ ഇരിക്കുന്നുണ്ട്, സീറ്റിംഗ് ആയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ റിലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്നുള്ള കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. ഇതിൽ നോക്കാനുള്ളത് കണ്ടോ, അതിനകത്ത് ഇഗ്നീഷൻ 2, ഇഗ്നീഷൻ 1, ECU, ഫ്യൂൽ പമ്പ്, റേഡിയേറ്റർ, ബാറ്ററി, അങ്ങനെ കുറേ ഫ്യൂസ് വരുന്നുണ്ട്. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം അത് സപ്ലൈ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലേക്ക് നോക്കാനുള്ളത് ഇഞ്ചക്ടറിലേക്കുള്ള സപ്ലൈ മാത്രമേ നോക്കാനുള്ളൂ. ഇതുണ്ടോ ഇഞ്ചക്ടറുള്ള സപ്ലൈ മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിയെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അത് മാത്രം ഒന്ന് നോക്കിയിട്ട് പറയാം. നമ്മളെപ്പോഴും ഫ്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കീ ഓണാക്കി ഇടണം, എന്നാൽ തന്നെ സർക്യൂട്ടുകൾ എല്ലാം വരുള്ളൂ. കീ ഓണാക്കാതെ തന്നെ സർക്യൂട്ടുകൾ ഏകദേശം വരും. നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഫ്യൂസ് ഇതിലിപ്പോൾ കറക്റ്റാണ്. ഇപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടി. ഇതിൻ്റെ ഫ്യൂസ് പോയിരിക്കുകയാണ്. ഫ്യൂസ് പോയിട്ട് കമ്പി കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ആ കമ്പിയും ബേണായിരിക്കുകയാണ് അതിനകത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് വരും, ചില സമയത്ത് വരുന്നില്ല. ഇപ്പോൾ ഫുൾ ടൈം വരുന്നുണ്ട്, സപ്ലൈ വരുന്നുണ്ട്. വേണ്ട
ഞാൻ നോക്കുമ്പോൾ ഇതിൽ ഒരു ലെഗിലേക്ക് സപ്ലൈ ഉണ്ട്, ഇപ്പുറത്തെ ഈ ലെഗിലേക്ക് സപ്ലൈ വരുന്നില്ല. നമ്മൾ ഈ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കുമ്പോഴാണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ ആ കേബിള് ബേൺ ആയിരിക്കും. നമുക്കതൊന്ന് അഴിച്ച് ഞാൻ കാണിച്ചു തരാം. കീ ഓഫാക്ക്. നേരത്തെ ഇത് കമ്പി വെച്ച് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ കെട്ടിയപ്പോൾ എന്തായി, കറക്റ്റ് സർക്യൂട്ട് ഉണ്ട്, പക്ഷേ ബേൺ ആയിട്ട് ഉള്ളിലേക്ക് അമർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് സപ്ലൈ വരുന്നുണ്ട്, ഇടയ്ക്ക് സപ്ലൈ വരുന്നില്ല. അത് മാത്രം ഈ ലെഗിൻ്റെ രണ്ട് ഭാഗത്തും കാർബൺ ആയിട്ടുണ്ട്. അപ്പോഴും അവിടേക്ക് സപ്ലൈ കറക്റ്റ് വരില്ല. നമ്മുടെ ഈ അലുമിനിയം ഭാഗത്താണെന്നുണ്ടെങ്കിൽ പിന്നെ സപ്ലൈ കറക്റ്റായിട്ട് വരും. ഇത് മറ്റേ കാർബൺ ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ സപ്ലൈ കറക്റ്റ് വരില്ല. കണ്ടോ? അപ്പോൾ ഇതായിരുന്നു കംപ്ലയിൻറ്റ്. ഈ ഫ്യൂസിൻ്റെ കംപ്ലയിൻ്റാണ് ഈ പ്രശ്നം വന്നത്. അപ്പോൾ നേരത്തെ കസ്റ്റമർ ഇതുപോലെ ഓഫായി എന്ന് പറഞ്ഞപ്പോഴും എന്താ പറയുക, അവർ ഈ ഭാഗത്താണ് ഇളക്കിയെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ഫ്യൂസ് ഇളകിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും വണ്ടി സ്റ്റാർട്ടായിരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ബ്രേക്ക് ഡൗൺ ആയാലും ശരി, ഇനിയിപ്പോൾ സർവീസിനാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നമ്മൾ കസ്റ്റമർ വണ്ടി കൊണ്ടുവരുമ്പം നമുക്ക് എന്താ ഫോൾട്ട് എന്ന് ചോദിച്ചിട്ട് അവർക്ക് എപ്പോൾ തൊട്ട് തുടങ്ങിയെന്ന് കറക്റ്റ് ഡീറ്റെയിൽ ചോദിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞു ഇത് നേരത്തെ ഇങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഫ്യൂസ് ബോക്സ് ഇളക്കിയപ്പം അത് ശരിയായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലാണ് കംപ്ലയിൻറ്റ്, നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചില കസ്റ്റമർ പറയില്ല, വണ്ടി ഓഫായി അങ്ങനെ ഇട്ടും കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഓഫായി, എപ്പോൾ ഓഫായി എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം. ചില കസ്റ്റമർക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നേ ഇഷ്ടാവില്ല, എന്താണ് ഏതാണ്, അപ്പം നിങ്ങൾ നോക്കണ്ടല്ലോ ഞങ്ങൾ തന്നെ നോക്കിയാൽ പോരെ എന്നുള്ള രീതി മൈൻഡ് വരും. അപ്പോൾ എപ്പോഴും ഏതൊരു മെക്കാനിക്കാണെന്നുണ്ടെങ്കിലും ഒരു വണ്ടി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് മറുപടി പറഞ്ഞാലേ നമുക്ക് അതിനനുസരിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞു നേരത്തെ ഇതുപോലെ ഓഫായി ഫ്യൂസിൻ്റെ അവിടെ നിന്ന് ഇളക്കിയപ്പോൾ സ്റ്റാർട്ട്, അപ്പോൾ നമുക്ക് ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് ആയിരിക്കില്ല, ചിലപ്പോൾ 100-ൽ 80% ഇത് തന്നെ ആയിരിക്കും കംപ്ലയിൻറ്റ്. പക്ഷേങ്കിൽ ഒരു 20% വേറെ ആയിരിക്കാം. പക്ഷേ നമ്മൾക്ക് അറിയുന്നതിനേക്കാളും കൂടുതലും ഓടിക്കുന്ന ആൾക്കാർക്കാണ് കംപ്ലയിൻറ്റ് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുക. ആ പറഞ്ഞു തരുന്ന ടിപ്പ് വെച്ചിട്ടായിരിക്കും നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും ഒരു മെക്കാനിക്കാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ ഓഫായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു, ഇടിച്ച് ഓഫായി, അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓഫായി, അങ്ങനെ എന്താണോ നാച്ചുറലായിട്ട് സംഭവിച്ചത് ആ കാര്യം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന പണി നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ തീർന്നു വരും. ചിലപ്പോൾ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കംപ്ലീറ്റും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെയ്യും. ആ ഫ്യൂസ് ചെയ്യിക്കും, വയറിങ് ചെയ്യിക്കും, വയറും പിരിച്ചിടും. അത് പിന്നെ വീണ്ടും ലാസ്റ്റ് ആയിരിക്കും ഈ കംപ്ലയിൻറ്റ്, ചെറിയൊരു കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇനീഷ്യലി നമ്മളെല്ലാം ചെയ്യുന്നതാണ് ഇങ്ങനെ ഫ്യൂസ്. പക്ഷേങ്കിൽ ഫ്യൂസ് ഞാൻ നോക്കുമ്പോൾ കത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഇളക്കിയപ്പോഴാണ് അവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്, മനസ്സിലായോ? ഇതിപ്പോൾ ഫ്യൂസ് ഞാൻ ഇഞ്ചക്ടറിൻ്റെ ഫ്യൂസ് നോക്കുമ്പോൾ ആദ്യം കത്തുന്നുണ്ടല്ലോ, പിന്നെ ഇളക്കിയപ്പോൾ അത് കത്തി. ആ കംപ്ലയിൻറ്റ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതേപടി പ്രസ് ചെയ്തിട്ട് ഞാൻ വണ്ടി വിട്ട് കഴിഞ്ഞാൽ എന്താവും, വീണ്ടും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമുക്ക് ആ ഫ്യൂസ് മാറേണ്ട ആവശ്യമുള്ളൂ, നമ്മളത് ചെക്ക് ചെയ്യില്ല. അപ്പോൾ വ്യക്തമായി പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയത്. നമ്മൾ ആ ഫ്യൂസ് മാറ്റി കഴിഞ്ഞാൽ ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമുക്ക് എന്തായാലും ആ ഫ്യൂസ് മാറ്റിയിടാം. കാരണം 15 ആമ്പിയറിൻ്റെ ഫ്യൂസാണ് വരുന്നത്. ആ ഫ്യൂസ് അതിനകത്തിടാം. കീണൊക്കെ നമുക്കെന്നാൽ ഫ്യൂസ് ഒന്നുകൂടെ സർക്യൂട്ട് നോക്കാം, സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത്. ഓണാക്കിയാ? കറക്റ്റാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്. ന്യൂട്രാണോ നോക്കിട്ടാ. ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഫുള്ളായി ചവിട്ട്, നല്ല സ്റ്റാർട്ടാവുള്ളൂ. വേണ്ട, വണ്ടി ഓക്കെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്താൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും. പലർക്ക് പല ഐഡിയ, പല മൈൻഡാണ്. വണ്ടി ഓഫ് ആയിക്കോ, ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യ്. ഓഫ് ആയിക്കോ. അപ്പോൾ പറഞ്ഞു തരുന്നത് പല ആൾക്കാർക്കും പല മൈൻഡ്, പല ട്രിക്കാണ്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും വണ്ടി വന്നു കഴിഞ്ഞാൽ കസ്റ്റമറുടെ അടുത്ത് ആദ്യം ചോദിക്കും ഡീറ്റെയിൽ എന്താണെന്നുള്ളത്. അത് ഇതിന് മാത്രമല്ല കേട്ടോ, ഒരു സസ്പെൻഷൻ സൗണ്ട് വന്നാലും
ഞാനത് വ്യക്തമായി ചോദിക്കും. കസ്റ്റമറുടെ ടോക്ക് കിട്ടിയിട്ടേ ഞാൻ പണിയാൻ തുടങ്ങുള്ളൂ. അല്ലാതെ പണിത് കഴിഞ്ഞ് നമ്മൾ വട്ടത്തി പണിയേ ഉള്ളൂ, എമൗണ്ട് ആവുള്ളൂ. അതുപോലെ ആ കംപ്ലയിൻറ്റ് കറക്റ്റ് സോൾവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. കസ്റ്റമർക്ക് എന്താണോ കംപ്ലയിൻറ്റ് അത് പക്കയായിട്ട് ചോദിക്കുക. ഇപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ സൗണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വലിച്ചു വാരിയിട്ടു പിരിച്ചു, എന്താ പറയുക, പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ല് ഓവറാവും. ചിലപ്പോൾ മേ ബി കംപ്ലയിൻറ്റ് സോൾവ് ആവില്ല, അവർ ഉദ്ദേശിച്ച കംപ്ലയിൻറ്റ് സോൾവ് ആവില്ല, അങ്ങനെയൊക്കെ പ്രശ്നം വരാം. അപ്പോൾ ഒരു കസ്റ്റമർ പറയും ഇനി ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കുഴി ചാടുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് ഓടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ കസ്റ്റമർ നമ്മൾ ചോദിക്കാതെ തന്നെ കസ്റ്റമറുകൾ പറയും ഇങ്ങോട്ട് ഇന്ന കംപ്ലയിൻ്റ് കൊണ്ടായത്, ഇന്നത് കൊണ്ടായത്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കും വരണം. എന്നാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഒന്നിലെ ഇങ്ങോട്ട് ചോദിക്കുക, ഇല്ല ഇങ്ങോട്ട് പറയുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. കസ്റ്റമറുടെ ടോക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് വൃത്തിയായിട്ട് പണിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ആളൊന്ന് ചിന്തിക്കും, നമ്മളൊന്ന് പണിയും, അത് ക്ലിയർ ആവില്ല. നമ്മുടെ ടൈമും ഒരുപാട് സമയം വേസ്റ്റാവും. അതിനനുസരിച്ച് എന്താ പറയുക, കസ്റ്റമറുടെ ടോക്ക് എന്താണോ, അവരുടെ പ്രശ്നം എന്താണോ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ വണ്ടിക്ക് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനും അത് സോൾവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.